നമസ്കാരം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ഈ ദൃശ്യവിരുന്നിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഓരോ തവണയും നമ്മൾ കാണിക്കുന്നത് വളരെ വ്യത്യസ്തമായ ദൃശ്യങ്ങളാണ്. ഇന്ന് ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് ഒരു കലാകാരനെയാണ്. കലാകാരന്മാരിൽ ഒരുപാട് തരം ആളുകളുണ്ട്. വളരെ പണ്ഡിതരായ കലാകാരന്മാരുണ്ട്. അക്ഷരാഭ്യാസം ഒട്ടുമില്ലാതെ വളരെ ബുദ്ധിയുടെ നിലവാരത്തിലും അതുപോലെ തന്നെ സർഗാത്മകതയുടെ നിലവാരത്തിലും വളരെ ഉന്നതങ്ങളിൽ നിൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കലാകാരന്മാരിൽ ഒരുപാട് സമ്പന്നരുണ്ട്. കലാകാരന്മാരിൽ അധികം സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൾക്കാരുണ്ട്. കലാകാരന്മാരിൽ ഉന്മാദികളുണ്ട്. കലാകാരന്മാർ വിവിധ തരക്കാരാണ്. ഏതായാലും ഒരു പുതിയ കലാകാരനെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം തബലയും മൃദംഗവുമെല്ലാം വളരെ നന്നായി വായിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം അതിന് വളരെ ശിഷ്യസമ്പത്തുമുള്ള ഒരു കലാകാരനെയാണ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് ഈ വിരുന്നിലേക്ക്, ഈ ദൃശ്യവിരുന്നിലേക്ക് വളരെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പേര് എന്താണ്? എൻ്റെ പേര് രാജാ കേശവദാസ്. രാജാ കേശവദാസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ അങ്ങനെ പ്രോഗ്രാംസ് എന്തൊക്കെയാണ് ചെയ്യാറ്? സാധാരണയായിട്ട് തബല, മൃദംഗം എന്നിവ ക്ലാസ് എടുക്കുന്നു. പിന്നെ അതിൽ ഞാൻ ഇൻവോൾവഡ് ആയിട്ട്. അത് എത്രത്തോളം കുട്ടികളും ഒക്കെ ഉണ്ട്? ഞാനിപ്പോൾ ഇവിടെ വീട്ടിലൊരു 50 പേര് വരുന്നുണ്ട്. പിന്നെ അമൃത സ്കൂളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച അങ്ങനെ എല്ലാ ആഴ്ചകളിലും ഞാൻ ഹോം ട്യൂഷൻ ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്നുണ്ട്. പള്ളിപ്പുറം, പട്ടാമ്പി, അത്താണി, പെരിന്തൽമണ്ണ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഹോം ട്യൂഷൻ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ തബലയും മൃദംഗവും നമ്മൾ അത് വായിക്കുമ്പോൾ അതിനുള്ള ഒന്നിങ്ങനെ വളരെ അങ്ങനത്തെ ഒരു പ്രതലത്തിലാണ്, മറ്റത് രണ്ട് സൈഡിൽ നിന്നാണ് വായിക്കുന്നത്. അപ്പൊ നമ്മൾ അതിലെന്തൊക്കെ വ്യത്യാസങ്ങൾ? തബല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്ക ഹിന്ദുസ്ഥാനി സ്റ്റൈലാണ്. അത് ഉത്തരേന്ത്യൻ വാദ്യോപകരണമാണ് തബല. അപ്പൊ അതിന്റെ ശൈലി, അതിന്റെ സ്റ്റൈല് മുഴുവനും ഉത്തരേന്ത്യൻ രീതിയിലാണ് താളങ്ങൾ രചിച്ചിട്ടുള്ളത്. അത് ഋജുവായ താള പദ്ധതിയാണ്. തബലയിലെ ഋജുവായ താള പദ്ധതി, നേരെ ഉള്ള താള പദ്ധതി. പറയാൻ പറ്റില്ല. 16 മാത്രമല്ല താളം. ദ ദിൻ ദിൻ ദ ദ ദിൻ ദിൻ ദ ദ തിരുക്കിട്ട് തുന്ന തിരുക്കിട്ട് ദിൻ ദിൻ ദ. അത് 16 മാത്രം. അപ്പോൾ മൃദംഗത്തിലാകുമ്പോൾ അത് 8 അക്ഷരത്തിന്റെ താള പദ്ധതിയാണ്. മറ്റേ ആദ്യ താളത്തിൽ 8 അക്ഷരം, ഒരു ലഘുവും 2 ദ്രുതം. അപ്പൊ ലഘുവില് 4 അക്ഷരം, ദ്രുതത്തിലും 4 അക്ഷരം, 2 ദ്രുതം, ഒരു ദ്രുതത്തിൽ 2 അക്ഷരം. തബലയിലാകുമ്പോൾ നമ്മൾ ഋജുവായ താള പദ്ധതിയാണ്. മറ്റേതിൽ 7, 3, 10, 6, 2, 8, 2, 10 മൃദംഗത്തില്. മറ്റേത് ഋജുവായ താളം. ഇപ്പൊ 12 മാത്രമുള്ള താളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് 12 മാത്രം. അതിന്റെ കണക്കുകൾ അധികം വരുന്നില്ല. ഇങ്ങനെ കണക്കുകളുണ്ട്. ഇതിന്റെ വേറെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കണക്കുകളുണ്ട്. ഇപ്പൊ പരൻസിലൊക്കെ കണക്കുകളുണ്ട്.
അതുപോലെ തന്നെ നമ്മളിപ്പോ ഇപ്പൊ മൃദംഗത്തിന് ഇപ്പോ എച്ച് പറയും, തക്ക പറയും. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് തക്ക എന്ന് പറയുമ്പോൾ വലിയ മൃദംഗം മെയിൽ പിച്ചിന്റെ ഇതിന് വായിക്കുന്നതാണ്. മറ്റേ അതിന് കുറച്ച് നീളം കൂടും. മറ്റേ എച്ച് മൃദംഗം പറഞ്ഞാൽ നീളം ഒരു 2 ഇഞ്ച് കുറയും. അതുപോലെയുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമുക്ക് തബലയിലുണ്ടോ? തബലയില് വ്യത്യാസം പറഞ്ഞാൽ പല വിലയുടെ തബലയുണ്ട്. അപ്പൊ അത് ചെമ്പിന്റെ ഉണ്ട്, സ്റ്റീലിന്റെ ഉണ്ട്, പിച്ചളയുടെ ഉണ്ട്. പിച്ചളടേനൊക്കെ നല്ല വില കൂടും, ഡഗ്ഗി പിച്ചളുടെ. പിന്നെ അതിന് തന്നെ പല അതിന്റെ വുഡ്, ഇപ്പൊ കാഞ്ഞിരത്തിന്റെ വുഡുകളുണ്ട്, പ്ലാവിന്റെ വുഡുകളുണ്ട്. അങ്ങനെ പല വുഡിനനുസരിച്ച് വലിയൊരു വേരിയേഷൻസ് വരും. ഇതിപ്പോ ഒരു തബലയൊക്കെ സാധാരണ ഇപ്പൊ പഠിക്കുന്ന ഒരാൾക്ക് മേടിക്കാനുള്ള തബലക്കൊക്കെ എന്ത് വില വരും? ഇപ്പൊ തബലയുടെ വില ഒരു 3000-3500 രൂപയൊക്കെ ഉണ്ട്. 2 എണ്ണം. അത് 6000 രൂപയുടെ തബലയുണ്ട്. ബോംബെ സെറ്റ് ഒക്കെ വലിയ നല്ല പിച്ചളുടെ ഡഗ്ഗിയുള്ള തബലയ്ക്കൊക്കെ 6000 രൂപയോളം. ഇപ്പൊ മൃദംഗമൊക്കെ നമുക്ക് മിക്കവാറും ഇങ്ങനെ ഉണ്ടാക്കണത് ഇപ്പൊ നമ്മള് കാശുമണി എന്നൊക്കെ പെരുവമ്പിൽ കാശുമണിയൊക്കെയാണ് ഫേമസ് ആയത്. അതുപോലെ ഇപ്പൊ തബലയില് ഇങ്ങനെ ഇത് ഇപ്പൊ ലെയ്ത്തിൽ ഇങ്ങനെ കടഞ്ഞിട്ട് അത് കൽക്കട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ കട്ട മാത്രം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാണ്. എന്നിട്ട് ഇവിടെയുള്ള പണിക്കാർ അതിന്റെ തോലും വാറും മൂട്ടും ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കടയുന്നവരുണ്ട്. ഇപ്പൊ ജോൺസൺ ഒക്കെ ഉണ്ട്, കാശിമണി കടയുന്നുണ്ട്, കടഞ്ഞിട്ടുണ്ടാക്കിയിട്ട് അവരെന്നെ കംപ്ലീറ്റ് പണി ചെയ്യുന്നവരുണ്ട്. പിന്നെ ചിലവരത് ഇത് അസംബിൾ ചെയ്തിട്ട് കൊടുക്കുന്നവരുണ്ട്. കട്ട അവിടുന്ന് വരുത്തുക, എന്നിട്ട് ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കണം. 2 തരക്കാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു കറുത്ത ഭാഗമാണ് നമ്മൾ ചോറ് എന്നൊക്കെ പറയുന്നത്. പുരാണ കട്ട എന്ന് പറഞ്ഞിട്ടൊരു കട്ടയാണ്. അതൊരു തരം കല്ലാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. ആ കല്ല് പൊടിച്ചിട്ട് ഇവര് ചോറ് കൂടി ഒരു പശിമയാക്കിയിട്ട് ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് അതിൽ വെച്ച് തേച്ച് പിടിപ്പിക്കുക, ടോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോ മൃദംഗത്തിന്റെ തേക്കണ കൂട്ടിലും തബലയിലും വ്യത്യാസമുണ്ട്, രണ്ടും ഒരേ തന്നെയാണ്. മൃദംഗത്തിന് കുറച്ച് കൂടുതൽ തേച്ച് പിടിപ്പിക്കണമെന്ന് മാത്രം, കാരണം വീച്ച് കൂടുതലാണല്ലോ. ഇതിന് ചെറിയ വീച്ചല്ലല്ലോ. വീച്ച് പറയുമ്പോ ഇതിന്റെ വിസ്താരം ചെറുതായിട്ട് നാദം വളരെ ടോൺ ഇങ്ങനെ വളരെ ഇതായിട്ട് വെക്കാം. മറ്റേത് വീച്ച് കൂടുതലുള്ളതുകൊണ്ട് മൃദംഗത്തിന് മഷി കൂടുതലിടണം, അവിടെ അതിന്റെ റേറ്റും കൂടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഈ തബല, മൃദംഗം അതുപോലെയുള്ള കലാപ്രവർത്തനങ്ങൾ നമുക്ക് വല്ല മറ്റേ ആനുകൂല്യങ്ങളോ ഗവൺമെന്റ് തലത്തിലോ വല്ല ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ വല്ല പുരസ്കാരങ്ങളോ അങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടോ? പുരസ്കാരങ്ങളോ ഓൾ ഇന്ത്യ റേഡിയോയിലെ ബി.ഹൈ ഗ്രേഡ് ആർട്ടിസ്റ്റാണ് തബലയില്. അപ്പൊ അത് 1995 ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിലെ ബി.ഹൈ ഗ്രേഡ് പാസ്സായി. തൃശ്ശൂർ റേഡിയോ സ്റ്റേഷൻ ആദ്യമായിട്ട് പാസ്സായ ആൾ ഞാനാണ് തബലയില്. അത് ആദ്യം ഒരു ഓഡീഷൻ ഉണ്ട്, ഒരു ഓഡീഷന് വിളിക്കും. വായിക്കാൻ നമ്മൾ ആദ്യം ലൈറ്റ് മ്യൂസിക് പിന്നെ പാടും. ലൈറ്റ് മ്യൂസിക്കിന്റെ കൂടെ വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യത്തെ ബി ഗ്രേഡ് ഓഡീഷൻ നമ്മൾ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് അപ്ഗ്രേഡേഷൻ ചെയ്യാം. അപ്ഗ്രേഡേഷൻ ചെയ്യുമ്പോൾ അവിടെ വീണ്ടും നമ്മളെ ഓഡീഷന് വിളിക്കും. ഓഡീഷന് വിളിച്ച് കഴിഞ്ഞാൽ റെക്കോർഡിങ്ങിന്റെ ദിവസമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് ഒരാൾ പാടി അതിന്റെ കൂടെ പാട്ടിന് വായിച്ചിട്ട് കുറച്ചു നേരം സോളവും വായിച്ചിട്ട് ഡൽഹിക്ക് അയക്കും ഒരു കാസറ്റ് റെക്കോർഡ് ചെയ്തിട്ട്. അവിടുന്ന് ചില പാനൽ ജഡ്ജ്മെന്റ് പാനല് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് വരും. അപ്പൊ നമുക്ക് നമ്മളിപ്പോ ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാത്ത ഒരാൾക്ക് കിട്ടുന്നതിലും റെമ്യൂണറേഷൻ നമുക്ക് കൂടുതലുണ്ട്. അതുണ്ട്, ബി.ഹൈക്ക് കൂടുതലുണ്ട്. നമ്മൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാംസ് അത് ഗ്രേഡ് അനുസരിച്ചാണ്. ബി ഗ്രേഡ് കലാകാരന് ചിലപ്പോൾ 1000 കിട്ടണമെങ്കിൽ മറ്റവന് 2000 കിട്ടും. ബി.ഹൈ ഇനി ഏ എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് തന്നെ എന്തെങ്കിലും ഒന്ന് വായിച്ചാലോ? അപ്പൊ ഇതിപ്പോ എന്താണ് വായിച്ചത്? ഇങ്ങനെ ചൊല്ലുണ്ടോ? അപ്പൊ അങ്ങനെ ചൊല്ലൊന്നും അങ്ങനെ പറയാൻ
ഓരോന്നിലും സ്പീഡ് കൂടി സ്പീഡ് കൂടിയത് ഇപ്പൊ 2ാം കാലാണ് വായിച്ചത്, മറ്റേത് 1ാം കാലാണ് വായിച്ചത്. ദ ഗിഡ് ദാഗെ തെറ്റ് ഗിഡ് നഗ തെറ്റ് തെറ്റ് ഗിഡ് നഗ നഗ തൃക്ക് ദാഗെ തൃക്ക് തുന്ന കിട്ട് നഗ തൃക്ക് തുന്ന കിട്ട് ദാഗെ നത്തുൻ നഗിന്ന നാഗെ നത്തുൻ നാഗിന്ന കിട്ടത്തക്ക തെറ്റ് കിട്ട് കിട്ടത്തക്ക തെറ്റ് കിട്ട് ദാഗെ നത്തുൻ നക്കത്ത ദാ ദാഗെ നത്തുൻ നഗിന്ന കിട്ടത്തക്ക തെറ്റ് കിട്ട് കിട്ടത്തക്ക തെറ്റ് കിട്ട് ദാഗെ നത്തുൻ നക്കത്ത ദാ ദാഗെ നത്തുൻ നഗിന്ന കിട്ടത്തക്ക തെറ്റ് കിട്ട് കിട്ടത്തക്ക തെറ്റ് കിട്ട് ദാഗെ നത്തുൻ നക്കത്ത ദാഗിട്ട് ദഗത്തെട്ട് ഗിഡനക തെറ്റത്തെട്ട് ഗിഡനക നഗത്തക്ക് ദഗത്തക്ക് തുന്നക്കെട്ട് കിട്ടത്തക്ക തെറ്റ് കിട്ട് തക്കത്തക്ക തെറ്റ് കിട്ട് ദഗനത്തുന്നകത്ത ദാ ദഗനത്തുന്നകിന്ന കിട്ടത്തക്ക തെറ്റ് കിട്ട് കിട്ടത്തക്ക തെറ്റ് കിട്ട് ദഗനത്തുന്നകത്ത ദാ ദഗനത്തുന്നകിന്ന കിട്ടത്തക്ക തെറ്റ് കിട്ട് കിട്ടത്തക്ക തെറ്റ് കിട്ട് ദഗനത്തുന്നകത്ത ദാ. അതുവരെയാണ്. ഇപ്പൊ ഇതുവരെ ഇപ്പൊ നമുക്കൊരു സ്റ്റുഡന്റ് പഠിച്ചു വരികയാണെങ്കിൽ എത്ര കാലം എടുക്കും? അതിപ്പോ സ്റ്റുഡൻസിന്റെ കഴിവിനനുസരിച്ച്. അല്ല, എന്നാലും നമുക്കിപ്പോ സാധാരണ 2-3 കൊല്ലം കൊണ്ട് വായിക്കാൻ പറ്റും. പിന്നെ സാധകം ചെയ്യുന്നതിന്റെ രീതി, അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളെ, കുട്ടിയുടെ ടാലന്റ് എല്ലാത്തിനെയും ആശ്രയിച്ചിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ എത്ര കാലമായിട്ട് തുടർച്ചയായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്? ഇതിപ്പോ എന്റെ അടുത്ത് ഒരു 5 വർഷം 6 വർഷം വരെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പൊ ഉണ്ട്, നിലവിലുണ്ട്. അപ്പൊ കുട്ടികൾക്ക് കുട്ടികൾ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ട്, അങ്ങനെ ധാരാളം സെക്കൻഡ് ഫസ്റ്റ് ഒക്കെ കിട്ടാറുണ്ട്. 1993 തന്നെ ആ ഒരു കുട്ടി സ്റ്റേറ്റിലേക്ക് പോകണ്ടായി, 94 പോകണ്ടായി. അവിടെ എ ഗ്രേഡ് കിട്ടി, അവിടെ പ്ലേസ് കിട്ടിയില്ല. ഇതിപ്പോ ഈ അടുത്ത കാലത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കലോത്സവത്തിന് 2 പ്രാവശ്യം സ്റ്റേറ്റ് ഫസ്റ്റും സ്റ്റേറ്റ് സെക്കൻഡും കിട്ടി തബലയ്ക്ക്. മൃദംഗം കേരളോത്സവം സ്റ്റേറ്റ് വരെ പോയി കുട്ടികൾ, പിന്നെ ജില്ല വരെയും പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ തബലയെ പറ്റി ഏകദേശം പറഞ്ഞു, ഇനി നമുക്ക് മൃദംഗം ഒന്ന് എടുത്തു വെച്ചാൽ അതിന്റെ ഒന്നും അങ്ങനെ നോക്കാം. എന്നിട്ട് പിന്നെ 2 കൂടി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കാം. 1 2 3 4 5 6 7 8 ഇതിൽ തന്നെ 1 കള ചൗക്ക 2 കള ചൗക്ക 3 കള ചൗക്കൊക്കെ ഉണ്ട്. അതെന്താണ് 1 കള ചൗക്ക? അത് 1 കള ചൗക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ അടി ഇങ്ങനെ ഓരോ പ്രാവശ്യം മാത്രം ഇങ്ങനെ അടിക്കുന്നതിന് 1 കള ചൗക്ക എന്ന് പറയും. 2 കള ചൗക്ക എന്ന് പറയുമ്പോൾ ഈ 2 അടി വരും. അപ്പൊ 16ന്റെ കണക്കില് ഇങ്ങനെ വരും. ഇതിപ്പോ ഓരോ അടിയാവുമ്പോ ഓരോന്നിനും ഇങ്ങനെ വരും, മറ്റത് ഇങ്ങനെ 2 എണ്ണം വരും. കണക്ക് ഒരു 8 ഉള്ളവർക്ക് 16 ആവുന്നു മാത്രം, വേറെ കണക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലിപ്പോ ഞാനൊരു മുത്തായ്പ് പറയാം, ആവർത്തനം പോലെയുള്ള ദിം ദിം ന നന്ന ദിം ദിം ന ജം ദിം ദിം ന നന്ന ദിം ദിം ന ദിം ദിം ന നന്ന ദിം ദിം ന ജം ദിം ദിം ന ദിത്താനാദോം തകതന്നെ തകതന്നെ ന ദിം ദിം ന ദിത്താനാദോം തകതന്നെ തകതന്നെ നന്ന ദിം ദിം ന ദിത്താനാദോം തകതന്നെ തകതന്നെ 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 ജം കിട്ട ദിത്താനാദോം തകതന്നെ തകതന്നെ ജം കിട്ട ദിത്താനാദോം തകതന്നെ തകതന്നെ ജം. ഒരു മുത്തായ്പ പറഞ്ഞു 8 അക്ഷരത്തിന്റെ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാലോ? ആദ്യ താളല്ലേ? ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു സ്പീഡിലുള്ള എന്തെങ്കിലും അപ്പം തക്കിട്ട 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 മോറ് വായിക്കും. ജന്ത ജന്തിന്നത്തിൻ നത്ത ജന്തിന്നത്തിൻ ജന്ത ജന്തിന്നത്തിൻ നത്ത നത്തിൻ നത്തിൻ ജന്ത ജന്തിന്നത്തിൻ നത്ത ജന്തിന്നത്തിൻ ജന്ത ജന്തിന്നത്തിൻ നത്ത നത്തിൻ നത്തിൻ.
ഞാൻ പറയാം, ചൊല്ലായിട്ട് പറയാം. ജന്ത ജൻ തിന്നത്തിൻ നത്ത ജൻ തിന്നത്തിൻ ജന്ത ജൻ തിന്നത്തിൻ താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ ജന്ത ജൻ തിന്നത്തിൻ താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ നത്ത ജൻ തിന്നൻ താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ താങ്കെടുത്തേക്ക് താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ ജം താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ ജം താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ കിടതകത്തി താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ തിദ്ദന കിടതകത്തിക്ക് തകുതെടുക്കട്ടെ കിടതകത്തി താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ ദുലാന്ത ജന്ത ജന്ത ജം കിടതകത്തി താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ തിദ്ദന കിടതകത്തിക്ക് തകുതെടുക്കട്ടെ കിടതകത്തി താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ ദുലാന്ത ജന്ത ജന്ത ജം കിടതകത്തി താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ തിദ്ദന കിടതകത്തിക്ക് തകുതെടുക്കട്ടെ കിടതകത്തി താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ ദുലാന്ത ജം കിടതകത്തി താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ ദുലാന്ത ജം കിടതകത്തി താങ്കെടുത്തേക്ക് തകുതെടുക്കട്ടെ ദുലാന്ത ജന്ത ജന്ത ദുലാന്ത തകതന്റെ ജന്ത ദുലാന്ത തകതന്റെ ജം. അതന്നെ നമുക്ക് തബലയിൽ വായിക്കാൻ പറ്റില്ല. തബലയിൽ വായിക്കുമ്പോൾ വേറെ തബലയിൽ വേറെ. ഇതിലിപ്പോ ഈ നംതോം തോം തിത്തോം സംഗതി കാണിച്ചുതരാം. കഹർവ മതിയോ സർ? മതി മതി. കഹറയും ദാദരയും കാണിച്ചു തരാം. ദാദര ഈ പാട്ടിനൊക്കെ നമ്മൾ സാധാരണ ഫിലിം ട്യൂൺസിനൊക്കെ വായിക്കണത് ഞാനിപ്പോ വേറെ ഒന്ന് ആലോചിക്കാം. ഒരു 4 വരി പാട്ട് പാടി അതിന്റെ ഒപ്പം അങ്ങോട്ട് വായിക്കാൻ പറ്റുമോ അല്ലെ? നമുക്ക് സിനിമയിലെ പാട്ടൊക്കെ വെറുതെ 4 വരി പാടും, പിന്നെ അടുത്ത പാട്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. മംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഇനി അടുത്ത വരണം അങ്ങനെ പാട്ട്. അമ്പലപ്പറമ്പിൽ. അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ അംഗചമയത്തിനണിയാനീത്തിരി സിന്ദൂരമുണ്ടോ സിന്ദൂരം. അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ. നമുക്ക് അടുത്തൊരു ആറാട്ടിനാനകൾ. ആറാട്ടിനാനകളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം തിരതല്ലി. ആറാട്ടിനാനകളെഴുന്നള്ളി. നീ ഏതാണ്ട് ഇഷ്ടമുണ്ടാവും. അദ്വൈതം ജനിച്ച നാട്ടിൽ ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ 1000 മതങ്ങൾ 1000 ജാതികൾ 1000 ദൈവങ്ങൾ
ജനിച്ച നാട്ടിൽ ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ. പിന്നെ അങ്ങനെ മാഷ്ടെ ഫാമിലിയും ബാക്കിയൊക്കെ പറ്റി ഒന്നങ്ങനെ അറിയാം. മോളാണത്, ഒരു മോളനെ ഉള്ളൂ. ബിടെക്കിന് സെക്കൻഡ് ഇയർ പഠിക്കുന്നത്. ഹൗസ് വൈഫാണ്, വൈഫ് തന്നെയാണ്. ഞങ്ങളിവിടെ വന്നിട്ട് 13 കൊല്ലമായി. മോളിങ്ങനെ വല്ല കല അങ്ങനെ വല്ല എന്തെങ്കിലും ഉണ്ടോ? തബലയും മൃദംഗമൊക്കെ പഠിച്ചിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് പ്രാക്ടീസ് ഇല്ല. പിന്നെ പാട്ട് പാടുക അങ്ങനെ ഇല്ല? തബല ഇപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വായിക്കാൻ പറ്റുമോ? ചെറിയ തോതിൽ അല്ല, എന്നാലും ഉള്ളത് വെച്ച് ഒന്ന് അല്ലേ, ഒന്ന് മോളും കൂടി ഒന്ന് ജസ്റ്റ് വായിച്ചോട്ടെ. അവസാനത്തെ മാത്രം. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു കലാകുടുംബത്തിൽ എത്തിയതും അതുപോലെ തന്നെ ഈ കലാകുടുംബത്തിനെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതും ഒരു മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഏതായാലും രാജാ കേശവദാസൻ മാസ്റ്റർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഒരുപാട് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട്, അതുപോലെ തന്നെ അവർ ഇനിയും ഒരുപാട് ഉന്നതിയിലേക്ക് എത്തട്ടെ എന്നും അവരുടെ ശിഷ്യസമ്പത്തിന് ഒരുപാട് ഉന്നതികൾ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം.